ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദിവ്യ മോഹൻ. ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു റൈസ് കുക്കർ ഉപയോഗിച്ച് ചോറുണ്ടാക്കാം. ഇന്ന് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ബസ്മതി റൈസാണ്. ഞാനൊരു പാത്രത്തിലേക്ക് 2 കപ്പ് അരി എടുക്കുകയാണ്. അരി പലതവണ നന്നായി കഴുകി വൃത്തിയാക്കുക. കഴുകി വൃത്തിയാക്കിയ ഇന്നർ പോട്ട് കുക്കറിൽ വയ്ക്കുക. അരി കുക്കറിലേക്ക് മാറ്റാം. രണ്ട് കപ്പ് ബസ്മതി റൈസിന് 4 കപ്പ് വെള്ളം. റൈസ് കുക്കർ ലിഡ് വെച്ചടയ്ക്കുന്നു. പവർ പ്ലഗ് കുത്തുക. പവർ ചെയ്യുമ്പോൾ ആദ്യം വാം ലൈറ്റ് കത്തും. ഇനി സ്വിച്ച് ഓൺ ചെയ്യുക. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ റെഡ് കുക്ക് ലൈറ്റ് കത്തും. അരി കംപ്ലീറ്റായി കുക്ക് ചെയ്യുന്നത് വരെ റെഡ് ലൈറ്റ് കത്തി കിടക്കും. 5-10 മിനിറ്റിനുള്ളിൽ സ്റ്റീം കണ്ടു തുടങ്ങും. മുഴുവനായി കുക്ക് ചെയ്തെടുക്കാൻ 15 തൊട്ട് 20 മിനിറ്റ് വരെ സമയമെടുക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം ചോറ് റെഡിയാവാറായി. റെഡിയാകുമ്പോൾ സ്വിച്ച് താനെ ഓഫാകും. അപ്പോൾ കുക്ക് ലൈറ്റ് മാറി വാം ലൈറ്റ് കത്തും. വാം ലൈറ്റിൽ ചോറ് ചൂടായി തന്നെ കിടക്കും. ഞാൻ ലിഡ് തുറക്കുകയാണ്. ചോറിപ്പോൾ റെഡിയാണ്. ഇന്നർ പോട്ടും ചോറും നല്ല ചൂടായിരിക്കും. കൈ പൊള്ളാതെ സൂക്ഷിക്കുക. നമുക്കിതിനെ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഉപ്പ് ചേർക്കാത്ത റൈസാണ്. കുക്ക് ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ വെള്ളത്തിൽ ഉപ്പ് ചേർക്കാം. ഈ പാകത്തിലുള്ള ചോറ് കറികളോടൊപ്പം കഴിക്കുന്നതാണ് ഉത്തമം. ഇതാണ് എൻ്റെ റൈസ് ചാർട്ട്. നിങ്ങളുടെ ആവശ്യാനുസരണം അളവുകളിൽ മാറ്റം വരുത്താവുന്നതാണ്. സോഫ്റ്റ് റൈസിന് വെള്ളം കൂട്ടുക. ക്രിസ്പി റൈസിന് വെള്ളം കുറച്ചൊഴിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.